Hi dear students. So we start with the industrial policy during ബ്രിട്ടീഷ് പീരീഡ്. ഇപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പീരീഡിലെ ഇൻഡസ്ട്രിയൽ പോളിസി വെച്ച് തുടങ്ങാം. 3 കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ പോളിസി ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്, ഫോറിൻ ട്രേഡ് ആൻഡ് ഡെമോഗ്രഫിക് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇൻഡസ്ട്രിയൽ പോളിസിയിലേക്ക് തുടങ്ങാം. ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് പീരീഡിലെ ഇൻഡസ്ട്രിയൽ പോളിസി എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ഇൻഡസ്ട്രിയൽ പോളിസി ആയിരുന്നു ടു ഡീ ഇൻഡസ്ട്രിയലൈസ് ഇന്ത്യയെ ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. വ്യാവസായിക നിർവീകരണം എന്ന മലയാളത്തിൽ പറയുക. വ്യവസായങ്ങൾ വരാതിരിക്കാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളത്, ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്തു. എന്താണ് അതിൻ്റെ കാരണം? 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്കറിയാവുന്ന കാരണങ്ങൾ തന്നെയാണ് ആ 2 കാരണങ്ങളും. ഒന്ന്, ഇന്ത്യയെ റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റുക. 2, ഇന്ത്യയെ അവരുടെ ബ്രിട്ടീഷിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റാക്കി മാറ്റുക. ഇതാണ് അവരുടെ മോട്ടീവ്സ്, 2-fold മോട്ടീവ്സ്. ഫസ്റ്റ്, ടു റെഡ്യൂസ് ഇന്ത്യ ഇൻ ടു ദി സ്റ്റേജസ് ഓഫ് എ മിയർ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ടു ടേൺ ഇന്ത്യ ഇൻ ടു എ സ്പ്രോളിംഗ് മാർക്കറ്റ് ഫോർ ദ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇപ്പോൾ നോക്കണം വാട്ട് ദ കണ്ടീഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ഒന്ന് സംഭവിച്ചത്, അവിടെ ഇന്ത്യയിൽ വളരെയധികം ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി. ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി തകർന്നടിഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ജോലി നഷ്ടപ്പെട്ടു. ഇതാണ് ഒരു പ്രോബ്ലം, ഒരു കണ്ടീഷൻ ഫേസ് ചെയ്തു. സോ ഇൻഡിജിനസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഹാഡ് ബീൻ ഡിക്ലൈൻഡ് ടു ക്രിയേറ്റഡ് മാസീവ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. മറ്റൊന്ന് സംഭവിച്ചത്, ജനങ്ങൾക്ക്, ഇന്ത്യൻസിന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ ഗുഡ്സിനോട് പ്രിയം തോന്നാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആണ് ഇന്ത്യക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറയുകയും എന്ത് സംഭവിച്ചു? ആഭ്യന്തര ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻഡിജിനസ് ഇൻഡസ്ട്രീസ് തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതാണ് അടുത്ത പ്രോബ്ലം. ഇനി മറ്റൊന്ന് സംഭവിച്ചത്, സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ച്വറി, ഒരു 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോഴേക്കും ഇന്ത്യയിൽ ചില മോഡേൺ ഇൻഡസ്ട്രീസ് ബിഗാൻ ടു ടേക്ക് റൂട്ട്. മനസ്സിലായി, നിലവിൽ വരാൻ തുടങ്ങി. ചില മോഡേൺ ഇൻഡസ്ട്രീസ് നിലവിൽ വരാൻ തുടങ്ങി. അതിൻ്റെ പ്രോഗ്രസ് വളരെ കുറവായിരുന്നു. എന്നാൽ പോലും ഡ്യൂറിങ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ച്വറി മോഡേൺ ഇൻഡസ്ട്രി ബിഗാൻ ടു ടേക്ക് റൂട്ട്. അത് ഏതെല്ലാം ആയിരുന്നു നോക്കാം. ഒന്ന്, കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ് വെയർ സെറ്റപ്പ്. ഓക്കെ, കോട്ടൺ മിൽസും അതുപോലെ ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസും സെറ്റപ്പ് ചെയ്തത് ഏതെല്ലാം സ്ഥലങ്ങളിലായിരുന്നു, ഏതെല്ലാം സ്റ്റേറ്റ്സിലായിരുന്നു? അതിൽ പ്രധാനമായിട്ടും കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്, വൈൽ ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ് വെർ കൺഫൈൻഡ് ഇൻ ബംഗാൾ. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊന്ന് വന്നത്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ബിഗാൻ coming up in India at the beginning of the 20th century. The Tata Iron and Steel Company, TISCO, was incorporated in 1907. അപ്പോൾ ഈ ടിസ്കോ വന്നത് വലിയൊരു ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരു നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ. ടിസ്കോ വന്നത് 1907 ടിസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം ചില ചെറിയ ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ വരാൻ തുടങ്ങി. ഷുഗർ, സിമെൻറ്റ്, പേപ്പർ. ഓക്കെ, ദേ കെയിം ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കണ്ടീഷൻസ് ആയിരുന്നു ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വെർ ഡിസ്ട്രോയിഡ്. ദെൻ what has happened? Imported goods, demand for imported goods had been on the rise. Then modern industries began to take root in India. Cotton and jute textile mills, then Tata Iron and Steel Company, then sugar, cement, paper industries came up. Now let us see the impact of British industrial policy. ഈ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിനുണ്ടായ ഇമ്പാക്റ്റ് എന്തെല്ലാമായിരുന്നു? ഇത്ര വന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ്. ഒന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് വളരെയധികം ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മെഷീൻ ടൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് വളരെ കുറവായിരുന്നു. ഇന്ത്യ ഫേസ് എ ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്. ഇതാണ് ഒരു ഇമ്പാക്റ്റ്. സെക്കൻഡ് ഇമ്പാക്റ്റ് ഇസ് ദാറ്റ് there were some sort of manufacturing industries came in, but they were not as effective
ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഇൻഡിജിനസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഇൻഡിജിനസ് ഇൻഡസ്ട്രീസ് നശിച്ചു പോയിരുന്നു. അതിന് പകരമൊന്നും ആയില്ല. അതിന് പകരം വയ്ക്കാനായിട്ട് അത്രയുമുള്ള ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ വന്നില്ല. ഇതാണ്. ഇനി മൂന്നാമത്, ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു GDP വാസ് വെരി ലെസ്. ഇന്ത്യയിലെ കോൺട്രിബ്യൂഷൻ, GDPയുടെ കോൺട്രിബ്യൂഷൻ, അത് ഇൻഡസ്ട്രിയൽ സെക്ടറിലെ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരുന്നു. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GDP എന്താണെന്ന് നമുക്കറിയാം അല്ലേ, നാഷണൽ ഇൻകമാണ്. നാഷണൽ ഇൻകത്തിലേക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ള വരുമാനം വളരെ കുറവായിരുന്നു. ഇനി മറ്റൊന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിനെ കുറിച്ച്, ഗവൺമെൻറ് സെക്ടറിൻ്റെ ഓപ്പറേഷനെ കുറിച്ചിട്ടാണ്. ഗവൺമെൻറ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ, ഗവൺമെൻറ് സെക്ടറിൻ്റെ ഓപ്പറേഷൻ ദിസ് ഇൻഡസ്ട്രിയൽ സെക്ടർ വാസ് വെരി ലിമിറ്റഡ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആ സമയത്ത് റെയിൽവേ, പവർ ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻ, പോർട്സ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലായിട്ട് മാത്രമായി ഒതുങ്ങിപ്പോയി. ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ഗവൺമെൻറ് സെക്ടർ എൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ദീസ് വർ ദ ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയൽ പോളിസി ഇൻ ഇന്ത്യ. ഓക്കെ, ഇത് മനസ്സിലായി. ഇനി അടുത്ത് നെക്സ്റ്റ് ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡിലേക്ക് വരാം. വിദേശ വാണിജ്യം. എന്താണ് വിദേശ വാണിജ്യം? വിദേശ വാണിജ്യത്തിൻ്റെ ഫോറിൻ ട്രേഡ് പോളിസീസ്, ബ്രിട്ടീഷുകാരുടെ ഫോറിൻ ട്രേഡ് പോളിസീസ് എന്ന് പറഞ്ഞാൽ വളരെ റെസ്ട്രിക്റ്റീവ് ആയിരുന്നു. ഓക്കെ, റെസ്ട്രിക്റ്റീവ്, അവരുടെ കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷനായി ട്രേഡ്, ടാരിഫ്, all those policies pursued by the Britain colonial government adversely affected the structure, composition and volume of India's foreign trade. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ വളരെ മോശമായിട്ടാണ് ഇത് ബാധിച്ചത്. അപ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അവരുടെ ഒരു പോളിസി നമുക്കറിയാം എന്തായിരുന്നല്ലോ, ആ പോളിസി അവർ നടപ്പിലാക്കി. എന്തായി മാറി? ഇന്ത്യ ബിക്കെയിം, അവർ ആഗ്രഹിച്ച പോലെ തന്നെ ഇന്ത്യ ബിക്കെയിം ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ് ആൻഡ് ആൻ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പോൾ ഇന്ത്യ പ്രൈമറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടർ രാജ്യവും അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഫിനിഷ്ഡ് കൺസ്യൂമർ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടർ രാജ്യമായി മാറി. ഓക്കെ, ഇത് അവർ ആഗ്രഹിച്ചതാണ്. അപ്പോൾ അവർക്ക് ആ രീതിയിൽ ഇന്ത്യയെ മാറ്റിയവർ. അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത്. അത് മാത്രമല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ എക്സ്പോർട്ടിൻ്റെയും ഇന്ത്യയുടെ ഇമ്പോർട്ടിൻ്റെയും വരെ ഒരു മൊണോപ്പൊളി കൺട്രോൾ കൊണ്ടുവന്നു, ഒരു കുത്തകാവകാശം അവർക്ക് മാത്രമായിട്ട്. നമ്മൾ ഇന്ത്യ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരെ മാത്രമായിട്ട് ഇന്ത്യക്ക് ട്രേഡ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. സോ ദെയർഫോർ മോർ ദാൻ ഹാഫ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് വാസ് റെസ്ട്രിക്റ്റഡ് ടു ബ്രിട്ടൻ. പിന്നെ മറ്റുള്ള ചില രാജ്യങ്ങളായിട്ടും നമുക്ക് ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതാണ് ചൈന, സിലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ശ്രീലങ്ക, പേർഷ്യ, ഇറാൻ. ഈ 3 രാജ്യങ്ങളായിട്ടാണ് പിന്നീട് നമുക്കൊരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു വിദേശ വാണിജ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭൂരിഭാഗം, ഒരു സിംഹഭാഗവും നമ്മൾ ബ്രിട്ടീഷുകാരായിട്ടായിരുന്നു ട്രേഡ്. അതുമാത്രമല്ല, സ്യൂസ് കനാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ, സ്യൂസ് കനാലിൻ്റെ ആ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് ട്രേഡ് ബ്രിട്ടനിലേക്ക് വളരെയധികം ട്രേഡ് ഇൻക്രീസ് ചെയ്തു, ഇൻറ്റൻസിഫൈ ചെയ്തു. മനസ്സിലായി? ഫോറിൻ ട്രേഡ്, ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ട്രേഡിൻ്റെ മേലെ ഭയങ്കരമായിട്ടുള്ള കൺട്രോളും ഇൻക്രീസ് ചെയ്തു ഈ സ്യൂസ് കനാൽ ഓപ്പൺ ചെയ്താൽ കഴിഞ്ഞു. ഇനി എന്തെല്ലാമായിരുന്നു ഇമ്പാക്റ്റ് ട്രേഡ് പോളിസി കൊണ്ട്, എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടായത്, അതെങ്ങനെയല്ല ഇൻഫ്ലുവൻസ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് കൊണ്ട് ഇന്ത്യ ഒരുപാട് സാധനം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്കറിയാം, ഈ ജനറേറ്റഡ് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. നമുക്ക് ഒരുപാട് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായി, ഒരുപാട് മിച്ചമുണ്ടായി. ഓക്കെ, എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം ഒരുപാട് ലഭിച്ചു. അതൊരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറേ കാര്യം, ഫുഡ് ഗ്രെയിൻസ്, ക്ലോത്ത്സ്, കെറോസിൻ, ഇതിനെല്ലാം ഷോർട്ടേജ് ഉണ്ടായി. കാരണം കംപ്ലീറ്റ് സാധനം നമ്മൾ എന്താ പറയുക, നമ്മുടെ റോ മെറ്റീരിയൽസ് മുഴുവൻ എക്സ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ ഇതൊന്നും തന്നെ ലഭിക്കാത്തൊരവസ്ഥ വന്നു. അതാണ് വേറൊരു ഇമ്പാക്റ്റ്. ഓക്കെ, നമുക്ക് സെവറൽ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് വാസ് സ്കേഴ്സ്ലി അവൈലബിൾ ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അത് രണ്ടാമത്തെ ഇമ്പാക്റ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞു എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായി, ഒരുപാട് മിച്ചം കിട്ടി. പക്ഷേ ഈ മിച്ചം കൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? ഒരിക്കലുമില്ല. ഇന്ത്യയിലേക്ക് ഒരിക്കലും ഒരു ഗോൾഡോ സിൽവറിൻ്റെ ഒരു ഒഴുക്കേ ഉണ്ടായില്ല. കാരണം നമുക്ക് ലഭിച്ച ഈ എക്സ്പോർട്ട് സർപ്ലസ് മുഴുവനും ബ്രിട്ടീഷുകാർ അവരുടെ ഓഫീസ് സെറ്റപ്പിന് വേണ്ടി യൂസ് ചെയ്തു. കൊളോണിയൽ ഗവൺമെൻറ് ബ്രിട്ടൻ അവരുടെ കോളനീസ് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പണം യൂസ് ചെയ്തു. അതൊന്ന്. രണ്ടാമത് അവർ യുദ്ധത്തിന് വേണ്ടി ചിലവാക്കി. ഓക്കെ,
അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് എവിടെയെല്ലാം യുദ്ധം ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം എക്സ്പെൻസസും ഈ എക്സ്പോർട്ട് സർപ്ലസിൽ നിന്നാണ് അവർ ഈടാക്കിയത്. അതുപോലെ തന്നെ ഇമ്പോർട്ട് ഓഫ് ഇൻവിസിബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് എംപ്ലോയീസ് ഇവരെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള സാലറീസ്, അവർക്കുള്ള അലവൻസസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇതിൽ നിന്നാണ് മീറ്റ് ചെയ്തത്. അതാണ് ഇൻവിസിബിൾ ഐറ്റംസ്. അതിൻ്റെ എല്ലാത്തിൻ്റെ ചിലവും നമ്മുടെ ഈ എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തു, അവിടെ നിന്ന് കിട്ടിയ വരുമാനം മുഴുവൻ വീണ്ടും ബ്രിട്ടനിലേക്ക് ഡ്രെയിൻ ചെയ്തു പോയി. ഓക്കെ, സോ ഓൾ ഓഫ് ദം വിച്ച് ലെഡ് ടു ദ ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത്. സോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഇമ്പാക്റ്റ് ഓഫ് ട്രേഡ് പോളിസി. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us discuss about demographic condition. എന്താണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പോപ്പുലേഷനെ കുറിച്ചിട്ട് ഉള്ളൊരു സയൻറ്റിഫിക് പഠനമാണ്. എത്രയാണ് ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ ഡെൻസിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ഡെത്ത് റേറ്റ് എങ്ങനെയാണ്, ലൈഫ് എക്സ്പെക്റ്റൻസി എങ്ങനെയാണ്, ലിറ്ററസി റേറ്റ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷനൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട നോട്ടിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളിതെങ്ങനെയാണ് ഈ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള പോപ്പുലേഷൻ്റെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അറിയുന്നത്? സെൻസസ് വഴിയാണ്. ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോൾ സെൻസസ് എടുക്കാറുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് വന്നത് 1881-ലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്നത്തെ കാര്യത്തിൽ ഡെമോഗ്രഫിക് കണ്ടീഷനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ലെറ്റ് us discuss ഡെമോഗ്രഫി. അപ്പോൾ അതിനു മുമ്പ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു തിയറിയിലേക്ക് നമുക്കൊന്ന് പോകാം. തിയറി പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞ തിയറിയാണ്. ദിസ് തിയറി ഇറ്റ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ അമേരിക്കൻ ഡെമോഗ്രഫർ വാരൻ തോംസൺ in 1929. According to him, there are 4 stages of transition. Population, ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്യുമ്പോൾ പോപ്പുലേഷൻ 4 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രത്യേകത ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെ ഹൈ ആയിരിക്കും, അതുകൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കും. സെക്കൻഡ് സ്റ്റേജിൽ പോപ്പുലേഷൻ ഡെത്ത് റേറ്റ് കുറയും, ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവും, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഉണ്ടാവും. തേർഡ് സ്റ്റേജിൽ ബർത്ത് റേറ്റ് ഡിക്ലൈൻ ചെയ്ത് കൊടുക്കും, അതുകൊണ്ട് പോപ്പുലേഷൻ ഏതാണ്ട് സ്റ്റേബിളായി തുടങ്ങും, ഗ്രോത്ത് റേറ്റൊക്കെ കുറഞ്ഞ് പോപ്പുലേഷൻ സ്റ്റേബിളായിട്ട് തുടങ്ങും. സ്റ്റേജ് 4ൻ്റെ പ്രത്യേകത ബർത്ത് റേറ്റ് വളരെയധികം കുറയുകയും പോപ്പുലേഷൻ പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 4. അപ്പോൾ ഇന്ത്യ ഏത് സ്റ്റേജിലാണ് നോക്കാം. ഇന്ത്യയുടെ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ്റെ സ്റ്റേജ് ഏതായിരുന്നു? അപ്പോൾ ഇന്ത്യ ബിഫോർ 1921 ഇന്ത്യ വാസ് ഓൺ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ. ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജിലാണ്, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിലായത് 1921 വരെയും. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ബിഗാൻ ആഫ്റ്റർ 1921 ശേഷം സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നു. സ്റ്റിൽ വി ഓൺ ദിസ് ഓൺലി സെക്കൻഡ് സ്റ്റേജിലൂടെയാണ് നമ്മൾ എപ്പോഴും കടന്നു പോയിരിക്കുന്നത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ആ ഒരു പീരീഡാണ്. ഇനി ഇന്ത്യയുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രൈസൽ നോക്കാം, കണക്കുകൾ നോക്കാം. ഇന്ത്യയിലെ ഡെമോഗ്രഫിക് പ്രൊഫൈലിലേക്ക് നമുക്കൊന്ന് നോക്കാം. ലിറ്ററസി ലെവൽ, സാക്ഷരതാ നിരക്ക് എത്രമാത്രമായിരുന്നു? 16%, 16% മാത്രമായിരുന്നു നമ്മുടെ ലിറ്ററസി റേറ്റ്. ഓക്കെ, ദെൻ ഫീമെയിൽ ലിറ്ററസി ലെവൽ വാസ് ഈവൻ വെരി ലോ, ദാറ്റ് ഇസ് അറ്റ് 7%. വെറും 7% മാത്രമേ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ലിറ്ററസി ഉണ്ടായിരുന്നു, സാക്ഷരത ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ വളരെ കുറവായിരുന്നു അല്ലേ. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെ പറയാം, വളരെ കുറവായിരുന്നു. അൺഅവൈലബിൾ ആയിരുന്നു. ഇത് അൺഅവൈലബിൾ ലാർജ് ചങ്ക്സ് ഓഫ് പോപ്പുലേഷൻ ഓർ അവൈലബിൾ ഹൈലി ഇന്നാഡിക്വേറ്റ്. ഇന്ത്യക്ക് തന്നെ അത് തീരെ പര്യാപ്തവുമല്ലായിരുന്നു. ഇതാണ് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ഉണ്ടായിരുന്നേ ഇല്ല കേട്ടോ, ഹോസ്പിറ്റൽസും അങ്ങനത്തെ ഫെസിലിറ്റീസേ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, വാട്ടർ ആൻഡ് എയർബോൺ ഡിസീസസ് വെർ റാമ്പൻറ്റ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും വെള്ളത്തിൽ നിന്നാണെങ്കിലും വായുവിൽ നിന്നുള്ള അസുഖം വളരെയധികം ജനങ്ങളെ ബാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു വേറൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ മൊർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതലായിരുന്നു.
ഒരു ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഫെസിലിറ്റീസ് 218 per 1000. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 218 കുട്ടികൾ മരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 33 per 1000 ആണ്. 33 കുട്ടികൾ, 1000-ൽ 33. അന്ന് 218 കുട്ടികളോളം മരിക്കും. അപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ ഹൈ ആയിരുന്നു. ഓക്കെ, ഇനി ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കാര്യം എടുക്കാം. ജനങ്ങളുടെ ആയുസ്, അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ആയുസ് 32 വർഷമാണ്. 32 വർഷമാണ് ഒരാൾ ആവറേജ് ആയിട്ട് ജീവിച്ചിരിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എടുത്ത് 69 വർഷമാണ്. അന്ന് 32 അതും വളരെ കുറവായിരുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവായിരുന്നു. മറ്റൊന്ന് എക്സ്റ്റെൻസീവ് പോവർട്ടിയാണ്. ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഒരുപാട് ആൾക്കാർ, ഇന്ത്യയിലെ പോപ്പുലേഷൻ ഒരു ഹ്യൂജ് ചങ്ക് തന്നെ പുവറായിരുന്നു, വളരെ പുവറായിരുന്നു, വളരെ മോശം കണ്ടീഷനിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇൻഡസ്ട്രിയൽ പോളിസി, ഫോറിൻ ട്രേഡ് ആൻഡ് ഡെമോഗ്രഫിക് കണ്ടീഷൻസ്. ഓക്കെ, താങ്ക് യു.